ഞാനിങ്ങനെ പാർക്കിൽ നടക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മിണ്ടി പറഞ്ഞൊക്കെ പോകാലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്കിനെ കുറിച്ച് പറയാം എന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കഥ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. 33 വർഷമായില്ലേ ഈ ലോകത്ത് വന്നിട്ട്. അപ്പം എൻ്റെ സ്റ്റോറീസ് തന്നെ ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജനിച്ച വീട്. എന്തിനാണ് ഇതെല്ലാം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അവർക്കൊക്കെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ താമസിച്ചിരുന്ന സ്ഥലം. എൻ്റെ ഒറിജിനൽ വീട് ഇപ്പം അവിടെ ഇല്ല, അത് പൊളിച്ചു മാറ്റി. ഇപ്പം അതിന് പകരമായിട്ട് താമസിച്ചിരുന്ന അതേപോലത്തെ ഒരു വീടാണ് ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റിൽ നിങ്ങൾക്ക് പോയാലും അവിടെ കാണാൻ പറ്റും. ഇതുപോലത്തെ ഒരു സാധാരണ പലക അടിച്ച മേളിൽ ഷീറ്റ് അടിച്ച വീട്ടിലാണ് ഞാൻ ജനിക്കുന്നത്. ജനിക്കുക മീൻസ് കൊല്ലം ആശുപത്രിയിലാണ് ജനിച്ചത്. ഉമ്മ എന്നെ പ്രസവിച്ചത്. പിന്നെ താമസിക്കുന്നത്, അതായത് പ്രസവശേഷം നേരെ വീട്ടിൽ വന്ന് വീട് എന്ന് പറയുമ്പോൾ ഓർമ്മ വെച്ച കാലം കാണുന്നത് ഈ ഒരു വീടാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ചോരുന്ന വീട്ടിൽ കിടന്ന് തന്നെയാണ് ഞാനും ഒക്കെ വളർന്നത്. പക്ഷേ എൻ്റെ ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൽ നിന്നൊന്ന് മോചനം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആരും സഹായിക്കാൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ. പൈസ ഉള്ള ആൾക്കാരെ പോലെയല്ലോ പൈസ ഇല്ലാത്ത ആൾക്കാരെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ കൊച്ചിലെ തന്നെ ഉപ്പാൻ്റെ പേരൻസൊക്കെ മരണപ്പെട്ടു പോയി. അപ്പം പല കടകളിലും ചായക്കടയിലും ഒക്കെ വെള്ളം കോരിയും വണ്ടി ഓടിക്കാൻ പോയും ഡ്രൈവറുമായിട്ടൊക്കെയാണ് ഉപ്പയും ജനിച്ചു വന്നത്. അപ്പോൾ എൻ്റെ ഉപ്പായ്ക്കും ഈ പറയുന്ന കണക്ക് സ്നേഹിക്കാനോ പിടിച്ച് കൂടെ നിർത്തി വളർത്താനോ ഒന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു അനാഥനെ പോലെ തന്നെയാണ് എന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവിടെ നിന്ന് വളരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപ്പ ഈ പറയുന്ന കണക്ക് കൊല്ലം മാർക്കറ്റിൽ ലോഡിങ് ജോലി ചെയ്തിട്ടുണ്ട്, ഡ്രൈവിങ് ജോലി ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3ാം ക്ലാസ് വരെ ഞാൻ അവിടെ താമസിച്ചോളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പള്ളിമുക്കിലോട്ട് മൂവ് ചെയ്തു. അവിടെ പോയപ്പം അത്യാവശ്യം ഓടിട്ടൊരു വീട്ടിലോട്ടാണ് അറിയത്. പിന്നെ ഉപ്പായ്ക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമായിരുന്നു. ദേഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ കൊച്ചിലേ മുതൽ ഒരു എന്താ പറയുന്നത്, പറയാനൊക്കെ ഇപ്പോൾ കൊച്ചിലത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആ ഒരു ഫീലൊക്കെ വരും. കാരണം ഇപ്പം ഈ കഷ്ടപ്പെട്ടിട്ട് വരുന്ന ആയതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും ഈ ഡ്രൈവിങ്ങിന് പോയിട്ട് വരുമ്പോൾ ചില ദിവസങ്ങളിൽ ജോലി കാണും, ചില ദിവസങ്ങളിൽ ജോലി കാണത്തില്ല. പിന്നെ പ്രോപ്പറായിട്ട് ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. പിന്നെ കാരണം അത്രയും വലിയ വരുമാനം ഇല്ലല്ലോ. പിന്നെ ഒരു ദിവസം ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട് പട്ടിണിയാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചും ആ ഫ്രസ്ട്രേഷനും ദേഷ്യത്തോടെയൊക്കെ ആയിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പം ആ സമയത്ത് എന്താ പറയുന്നത്, അത്രയും ദേഷ്യമൊക്കെ വീട്ടിലുള്ള നമ്മളോടൊക്കെ തന്നെയല്ലേ തീർക്കുന്നത്. പക്ഷെ അതൊക്കെ അന്ന് എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അറിയുന്ന രീതിയിൽ കഷ്ടപ്പെട്ടു ആ ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയെന്നേ എനിക്കിപ്പോൾ തോന്നത്തുള്ളൂ. ഇപ്പം എനിക്ക് അവരോടൊന്നും ഒരിക്കലും ഒരു ദേഷ്യമോ പിണക്കോ ഒന്നുമില്ല. സ്നേഹം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്.